മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യനെയും ചുറ്റപ്പെട്ട് കിടക്കുന്നതിന് നമുക്ക് അയാളുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയാം. ഒരു മനുഷ്യൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അയാൾ താമസിക്കുന്ന അയാളുടെ ചുറ്റുപാടുകൾ, അയാൾ ജീവിക്കുന്ന അയാളുടെ ചുറ്റുപാട്, അയാളുടെ എൻവയോൺമെൻറ്റ്, അയാളുടെ ചുറ്റുപാടുകൾ. ഒരു ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ബിസിനസ്സിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ, ആ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. ഒരു മനുഷ്യൻ രാവിലെ ഉറക്കം എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം അയാൾ തിരികെ അയാളുടെ രാത്രി ഉറക്കത്തിലേക്ക് കടക്കുന്നത് വരെ പലതരത്തിലുള്ള മാർക്കറ്റിങ്ങുകളിലേക്ക് അയാൾ കടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മാർക്കറ്റിങ്ങിലൂടെയാണ് പോകുന്നത്. Wherever we go, we are being marketed in one form or another. നമ്മൾ എവിടെയൊക്കെ പോയാലും തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ പത്രം തുറന്ന് അതിൽ വാർത്തകൾ വായിക്കുമ്പോഴാണെങ്കിലും ശരി, അതിൽ പരസ്യങ്ങൾ കാണുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ ഫോൺ തുറന്ന് അതിലെന്തെങ്കിലും നോക്കുകയോ ഫേസ്ബുക്കോ വാട്സാപ്പോ എന്ത് തന്നെ നമ്മൾ നോക്കിയാലും ഏതെങ്കിലും തരത്തിലുള്ള മാർക്കറ്റിങ്ങിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. From morning to night, we are exposed to thousands of marketing activities and messages every day. എല്ലാ ദിവസവും പലതരത്തിലുള്ള മെസ്സേജുകളിലൂടെയും മാർക്കറ്റിംഗ് ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള മെസ്സേജുകളും പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെയും നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിൻ്റെ പാർട്ടാവുകയുമാണ്. Powerful people make places powerful. ഒരിടത്തൊരിടത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ പല വിഭവങ്ങളുണ്ടായിരുന്നു. അത് കഴിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. റെസ്റ്റോറൻ്റ് ഒരു വലിയ രാജ്യത്തായതുകൊണ്ട് ആളുകൾക്ക് അതിൻ്റെ പ്രത്യേകത തിരിച്ചറിയാൻ സാധിച്ചില്ല. എല്ലാറ്റിനെയും അവർ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ആ റെസ്റ്റോറൻറ്റിൽ നാടൻ കേരളീയ വിഭവങ്ങളുണ്ടാക്കി. പിന്നെ അത് തന്നെ ആക്കേണ്ടി വന്നു. കഴിച്ചവർ പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ റെസ്റ്റോറൻ്റ് എന്നറിയപ്പെടാൻ തുടങ്ങി. സിഡ്നിയിലെ ഏറ്റവും നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലം, അതാണ് ചോദ്യം. യുദ്ധം നന്മയും തിന്മയും തമ്മിലോ അല്ല. കാരണം പൊതുവായി അങ്ങനൊന്നില്ല. യുദ്ധം എപ്പോഴും വിശപ്പും ആഗ്രഹവും അത് പൂർത്തീകരിക്കാനുള്ള നമ്മുടെ ശ്രമവും തമ്മിലാണ്. ഭക്ഷണം ഇഷ്ടപ്പെട്ട ഓസ്ട്രേലിയൻസ് ഇതിനെ മിൻഡൻ മസ്റ്റർഡ് എന്ന് വിളിക്കും. നെയ്ബർഹുഡ് കാർ ഇതിനെ റെസ്റ്റോറൻ്റ് എന്ന് വിളിക്കും. മലയാളികൾക്കിടയിൽ ഇന്ന് ഒരേ ഒരു പേരേ ഉള്ളൂ, കായൽ. വാടാ, വിശന്ന് നടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? Marketing environment refers to the forces and factors that affect the organization's ability to build and maintain good relationship with its customers. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൽ ഒരു കസ്റ്റമേഴ്സുമായിട്ട്, ആ ഫേമിൻ്റെ കസ്റ്റമേഴ്സുമായിട്ട്
നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൽ ഉണ്ട്. അതായത് ഒരു ചെറിയ തരത്തിലുള്ള കാര്യങ്ങൾ മുതൽ വലിയ എക്സ്റ്റെൻറ്റിലുള്ള കാര്യങ്ങൾ വരെയും മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിലൂടെ ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ട് നടന്നു പോവുകയും അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സുമായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഓരോ കാര്യങ്ങളും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. Marketers have to interact with internal and external people at micro and macro levels. എപ്പോഴും മാർക്കറ്റിംഗ് മാനേജർ അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പീപ്പിൾ ആയിട്ട് എപ്പോഴും നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻറ്റേർണൽ പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓർഗനൈസേഷൻ്റെ ഫേമിലുള്ള ആൾക്കാർ, ഇൻറ്റേർണൽ ഗസ്റ്റ്, ഓർഗനൈസേഷൻ്റെ വർക്കേഴ്സ്, ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ്. എക്സ്റ്റേണൽ പീപ്പിൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൺസ്യൂമേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇവരുമായിട്ടെല്ലാം നമ്മൾ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാ ദിവസവും നമ്മൾ നടത്തുന്നുണ്ട്. കാരണം മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൽ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും ആ ഓർഗനൈസേഷൻ്റെ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സിനും ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനും വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങളും. ഇനി മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിന് നമ്മൾക്ക് പ്രധാനമായും 2 എൻവയോൺമെൻറ്റായിട്ട് നമ്മൾക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. 2 എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണലും എക്സ്റ്റേണലുമാണ്. കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളതിനെ 3 എൻവയോൺമെൻറ്റായിട്ട് പറയും. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് നമ്മൾ വീണ്ടും 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് മൈക്രോ എൻവയോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയും. എങ്കിലും എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 3ആയിട്ട് പഠിക്കും. കാരണം നമ്മൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. അപ്പോൾ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഇൻറ്റേർണൽ ടു ദ ഓർഗനൈസേഷൻ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയും. ഓർഗനൈസേഷന് ഡയറക്റ്റായിട്ട് കൺട്രോൾ കൊടുക്കാൻ കഴിയുകയും ഓർഗനൈസേഷനിൽ എന്ത് ചേഞ്ച് വേണമെങ്കിലും ഓർഗനൈസേഷൻ അതോറിറ്റീസിൽ നിന്ന് വരുത്താൻ കഴിയുകയും ചെയ്യുന്നതിനാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞത്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ലൈക്ക് മെഷീൻ, the employees, money, material, market, all that have direct impact and control by the company or the marketer. മാർക്കറ്റർക്കോ കമ്പനിക്കോ ഡയറക്റ്റായിട്ട് കൺട്രോൾ കൊടുക്കാൻ കഴിയുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയും. ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു ദ ഫോഴ്സസ് ദാറ്റ് ആർ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് അഫക്ട്സ് ഇറ്റ്സ് എബിലിറ്റി ടു സർവ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. വിത്തിൻ ദ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ടതും വിത്തിൻ ദ ഓർഗനൈസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ആക്കം കൂട്ടുന്നതാണ്. ഇതിൽ നമ്മുടെ HR ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഉണ്ട്, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ ആൾക്കാരുണ്ട്, സപ്ലൈ ചെയിൻ്റെ ആൾക്കാരുണ്ട്. എല്ലാ പേരും തന്നെ ഇൻറ്റർ റിലേറ്റഡ് ആയതുകൊണ്ട് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ വിലപ്പെട്ടതും അതിന് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ടും കസ്റ്റമേഴ്സുമായിട്ടും വലിയ ബന്ധവും വലിയ റിലേഷൻഷിപ്പും ഉള്ളതാണ്. ഇനി എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിൽ മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ കൺട്രോൾ നമ്മൾക്ക് കൊടുക്കാൻ കഴിയും. നമ്മളുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഫേമുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എൻവയോൺമെൻറ്റിനാണ് നമ്മൾ മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. Individuals and organizations that are very close to the marketing organizations and directly impacts its ability to serve its customers makes the micro environment. വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. മൈക്രോ എൻവയോൺമെൻറ്റിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിന് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സ്വാധീനം ചെലുത്തുന്നതാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫോഴ്സസ് ദാറ്റ് ആർ ക്ലോസ് ടു ദ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ട്ലി ഇമ്പാക്ട് ദ കസ്റ്റമർ എക്സ്പീരിയൻസ്.
ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ നടക്കുന്നത് പോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന പർട്ടിക്കുലർലി മൈക്രോ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെ ബാധിക്കുകയും അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് വളരെ ക്ലോസ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഓർഗനൈസേഷനും അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സായ സപ്ലയേഴ്സ് വരാം, മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് വരാം, കസ്റ്റമേഴ്സ് വരാം, നമ്മുടെ മാർക്കറ്റ് സെഗ്മെൻറ്റുകൾ വരാം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സോ ജനറൽ പബ്ലിക്കോ എല്ലാം തന്നെ വരുന്നത് കൊണ്ട് വളരെ ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്ന ഒരു ഏരിയയാണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഹാപ്പനിങ്സ് ഇൻ ദ മൈക്രോ എൻവയോൺമെൻറ്റ് ആർ റിലേറ്റീവ്ലി കൺട്രോളബിൾ ഫോർ ദ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ. കുറേ കാര്യങ്ങളിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കൺട്രോളുകൾ മൈക്രോ എൻവയോൺമെൻറ്റിൽ കൊടുക്കാൻ കഴിയും. എങ്കിലും അതൊരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു ലിമിറ്റുണ്ട്. വളരെ കുറച്ച് കൺട്രോൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയൂ. കൂടുതലും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റാണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളുടെ നിയന്ത്രണത്തിന് പുറത്ത് തന്നെയാണ്. ഇനി മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ വലിയൊരു പാർട്ടാണ്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ഫോഴ്സസ് ദാറ്റ് ആർ പാർട്ട് ഓഫ് ദ ലാർജർ സൊസൈറ്റി ആൻഡ് അഫക്ട്സ് ദ മൈക്രോ എൻവയോൺമെൻറ്റ്. ഈ മാക്രോ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൈക്രോ എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെയും എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇതിലേക്ക് നമുക്കൊരു കൺട്രോൾ എക്സേർട്ട് ചെയ്യാൻ കഴിയത്തില്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡെമോഗ്രാഫി, ദ ഇക്കോണമി, ദ കൾച്ചർ, ദ പൊളിറ്റിക്സ്, ദ ടെക്നോളജി ആൻഡ് ദ നാച്ചുറൽ ഫോഴ്സസ്. നമ്മളുടെ കൺട്രോളിലല്ലാതെ നടക്കുന്ന നാച്ചുറൽ ഹാപ്പനിങ്സ്, ഒരു എർത്ത് കേക്ക് ഉണ്ടാവുന്നു, ഒരു പാൻഡമിക് ഉണ്ടാവുന്നു, കൊറോണ വൈഡ് സ്പ്രെഡ് ഉണ്ടാവുന്നു, ലോക്ക്ഡൗൺ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മാന്ദ്യം വരുന്നു, കൾച്ചറൽ ചേഞ്ച് വരുന്നു, ഭരണമാറ്റം വരുന്നു, പൊളിറ്റിക്കൽ ചേഞ്ച് വരുന്നു, ജനന മരണ നിരക്ക് കൂടുന്നു, പെട്രോളിൻ്റെ വില കൂടുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ ഇൻറ്റേർണലിയും മൈക്രോ എൻവയോൺമെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതിനെയാണ് മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലെസ് കൺട്രോളബിൾ. നമുക്കതിലേക്കൊരു കൺട്രോൾ എക്സേർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. 25 വർഷം മുൻപ് ഒരു 10 HP മോട്ടറും വെച്ച് ഞാനും വൈഫും കൂടെ ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പം കടയിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്തൊക്കെ കുറേ സമയത്ത് വൈഫിനെ സഹായിക്കും. അല്ലെങ്കിൽ വൈഫ് ഒറ്റയ്ക്ക് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ റംസാൻ ഒരു വിശേഷ ദിവസമുണ്ട്, വർഷത്തിലേറെ ഉണ്ടാവുമല്ലോ. അതിൽ ഈ കുറേ ആൾക്കാരൊക്കെ നമുക്ക് ഈ അവർ അരി കൊണ്ട് തരും നമുക്ക്. അത് നമ്മൾ പൊടിച്ച് അത് വറുത്ത് ഫ്രഷായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പം നമ്മുടെ ബിസിനസ് നല്ല സ്പീഡപ്പായിട്ട് പോകുമ്പം ആ ഫീൽഡിലേക്ക് നമുക്കിത് കടക്കാൻ അല്പം താമസം വന്നു. അപ്പം നമുക്ക് ഇതിപ്പോൾ നാളെ തരാം അല്ലെങ്കിൽ മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോഴത്തേന് അവരത് പറയും ഞങ്ങൾക്കത് പോരാ, ഞങ്ങൾക്ക് നാളെ വേണോ അല്ലെങ്കിൽ മറ്റന്നാൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളുടെ 2 സാമ്പിൾ 2 പാക്കറ്റ് നിങ്ങൾ കൊണ്ടുപോവുക, എന്നിട്ട് നിങ്ങളത് വാങ്ങാൻ വരുമ്പോൾ അത് കുറവ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ വില തരിക. അപ്പോൾ അങ്ങനെ ആ ഫീൽഡിലേക്ക് വിട്ടപ്പം അവർ കൊണ്ടുവന്ന ഉൽപ്പന്നത്തെക്കാൾ മെച്ചമായിട്ട് നമ്മുടെ ഉൽപ്പന്നം അവർക്ക് തൃപ്തികരമായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് പിന്നെ ക്രമേണ ഇവർ ആരും പൊടിക്കാൻ കൊണ്ടുവരുന്നില്ല. നമുക്ക് ഇവരുടെ അജ്മി തന്നെ വാങ്ങിയാൽ മതി എന്നുള്ള ഒരു തീരുമാനം, നല്ല സാധനം കമ്പനിയിൽ നിന്ന് കിട്ടുമെന്നുള്ള അവർക്കൊരു ബോധ്യമായപ്പം നമുക്ക് നല്ലൊരു പേരായി. 1994 കോട്ടയത്തെ ഈരാറ്റുപേട്ടയിൽ നടത്തിയിരുന്ന പലചരക്ക് കടയിൽ നിന്ന് മലയാളിയുടെ അടുക്കളയിലെ പ്രിയപ്പെട്ട ബ്രാൻഡായി കയറിയ അജ്മിയുടെ കഥയാണിത്. 25 കൊല്ലം കൊണ്ട് സാവധാനം വളർന്ന അജ്മി ഇന്ന് സ്റ്റീമേഡ് പുട്ടുപൊടിയിലൂടെ 100 കോടിയുടെ വിറ്റുവരവിൽ എത്തി നിൽക്കുന്നു. ഉണക്കിപ്പൊടിച്ച അരിപ്പൊടി അയൽക്കാർക്ക് നൽകി ശ്രീ അബ്ദുൽ ഖാദർ തുടങ്ങിവെച്ചത് വലിയൊരു സംരംഭക യാത്രയായിരുന്നു. ഒരുപക്ഷെ അന്ന് അറിഞ്ഞിരുന്നില്ലെങ്കിലും ഭാര്യയും ഭർത്താവും തുടങ്ങിവെച്ച കൊച്ചു സംരംഭം ഒരു നാടൊട്ടാകെയും പിന്നീട് ഒരു ജില്ലയിലേക്കും തുടർന്ന് വിദേശ രാജ്യങ്ങളിലേക്കും എത്തിക്കാൻ ഈ കുടുംബത്തിന് കഴിഞ്ഞത് സംരംഭക മികവ് കൊണ്ടും മാർക്കറ്റ് അറിഞ്ഞുള്ള വിപണന തന്ത്രവും കൊണ്ടാണ്. ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും ശുചിത്വവും ഉറപ്പാക്കാനായതാണ് ബ്രാൻഡ് എന്ന നിലയിൽ വലിയ സ്വീകാര്യത അജ്മിക്ക് ലഭിച്ചതെന്ന് അജ്മി ഫ്ലോർ മിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ റാഷിദ് കെ വ്യക്തമാക്കുന്നു. പ്രൊക്യൂർമെന്റ് മീൻസ് ക്വാളിറ്റി മുതൽ നമ്മൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ഫാമിംഗ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സൈഡ്, ഇതിലെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി തന്നെ യൂസ് ചെയ്യുകയും പർച്ചേസിങ്ങിൽ അത്രയധികം ശ്രദ്ധ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാളിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകും. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളുടെ ടീം അതിൻ്റെ പുറകിൽ ഏത് സമയവും ഫുള്ളി ഇൻവോൾവ് ആണ്.
അരി ശേഖരിക്കുന്നത് മുതൽ അജ്മി അതിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നുണ്ട്. തെരഞ്ഞെടുത്ത കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന അരിയാണ് മില്ലിലെത്തുന്നത്. അവിടെ അത്യാധുനിക ടെക്നോളജിയിൽ മനുഷ്യസ്പർശമേൽക്കാതെ സ്റ്റീമേഡിൽ വറുത്തു പൊടിച്ച് പാക്ക് ചെയ്ത് പുറത്തുവരും. ഇതിനായി കസ്റ്റമൈസ് ചെയ്ത ടെക്നോളജിയും മെഷീനറിയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങൾ തന്നെയാണ് ഈ സാധനം മെഷീനറി ഡിസൈൻ ചെയ്യുന്നതും മെഷീനറി എന്താണോ നമ്മൾ പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ആള് കൈ തൊടരുത്, അങ്ങനെ പാക്കിങ് വരെ വണ്ടിയിൽ ലോഡിങ് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയിലുള്ള ഒരു 200-ന് മേലെ ജീവനക്കാരിൽ അതൊരു നല്ലൊരു ശതമാനം, ഒരു 75% മേലിൽ സ്ത്രീ തൊഴിലാളികളെയാണ് നമ്മളതിനകത്ത് ജീവനക്കാരെയാണ് നിൽക്കുന്നത്. അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അധ്വാനവും അതിൻ്റെ ഒരു ശീലം, അവരുടെ ഒരു വരുമാനം, അതെല്ലാമാണ് അജ്മി അതിൽ നിന്ന് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. 25 കൊല്ലത്തിനിടയിൽ മാർക്കറ്റിലെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് അജ്മി പുട്ടുപൊടി ഐക്കോണിക് ബ്രാൻഡായി മാർക്കറ്റ് പിടിച്ചത്. പിതാവിന്റെ സ്വപ്നം നിറവേറ്റാൻ വിദ്യാഭ്യാസത്തിന് ശേഷം 3 ആൺമക്കളും ബിസിനസ്സിൽ ഒപ്പം ചേർന്നു. ഇതോടെ പ്രൊഡക്ഷനിൽ മോഡേണൈസേഷൻ കൊണ്ടുവന്നു. പുറമേയുള്ള മാർക്കറ്റുകളിൽ സ്വാധീനമുറപ്പിച്ചു. ഇന്ന് കേരളത്തിലെ മൊത്തം മാർക്കറ്റിന്റെ 50%-ലധികം അജ്മി നിയന്ത്രിക്കുന്നു. പക്ഷേ ആ ബ്രാൻഡിംഗ് പെട്ടെന്ന് സംഭവിച്ചതായിരുന്നില്ല. പല ബ്രാൻഡുകൾസിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ. പിന്നീട് ആലോചിച്ചു അത് വെറുമൊരു പ്രോഫിറ്റ് മാത്രമാണ് അവിടെ പ്രതീക്ഷിക്കുക, ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അജ്മി ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു എയിം. അത് 100% സക്സസ് ആയി. ഈ ഫിസിക്കൽ ഇയർ നമ്മൾ 100 crores ക്രോസ് ചെയ്യുകയാണ്. നമ്മളൊരു 2025 ഒരു 250 ആണ് നമ്മൾ എയിം ചെയ്യുക. 2015 ഭാവന ബ്രാൻഡ് അംബാസിഡർ ആയതോടെയാണ് അജ്മി സ്റ്റീമേഡ് പുട്ടുപൊടി ബ്രാൻഡ് എന്ന നിലയിൽ മാർക്കറ്റ് പൊസിഷൻ നേടിയത്. പൂർണ്ണമായും ഓർഗാനിക്കായ മസാല പൗഡറുകളുടെയും ലിക്വിഡ് ഡിറ്റർജന്റ് സൊല്യൂഷന്റെയും പ്രൊഡക്റ്റുകൾ കൂടി മാർക്കറ്റിൽ ഇറക്കാനുള്ള ശ്രമത്തിലാണ് അജ്മി. പലചരക്ക് വ്യാപാരത്തിൽ തുടങ്ങി അജ്മി എന്ന ബ്രാൻഡ് 100 കോടിയുടെ സെയിൽസിലെത്തി നിൽക്കുമ്പോൾ ആ സംരംഭക യാത്രയെ വളരെ ലളിതമായി വിനയത്തോടെ പറയുകയാണ് ഫൗണ്ടറും അജ്മി ഫ്ലോർ മിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാനുമായ അബ്ദുൽ ഖാദർ. ഇത്രയൊക്കെ മുടക്കി പോകണമെങ്കിൽ ഒരുപാട് കോടികൾ അന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ എങ്ങനെ തരണം ചെയ്ത് ഇവിടെ എത്തിയെന്നുള്ളത് എനിക്ക് വരെ ഇപ്പോഴും ഒരു അതിശയം ഒരു സംഭവം തോന്നുകയാണെങ്കിൽ ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നാൻ പറ്റുന്നത്.